സിനിമ ഓസ്കാർ സ്ക്രീനിൽ കാണുമ്പോൾ ബോധം കെട്ട് വീഴരുത്. എനിക്കതേ പറയാനുള്ളൂ. കേരളത്തിൽ പണ്ട് അയ്യൻകാളി ജീവിച്ചിരുന്ന കാലത്ത് ഒരു പുലയ കുട്ടി സ്കൂളിൽ കയറിയെന്ന് കേട്ടപ്പോൾ ബോധം നശിച്ചു പോയ പഴയൊരു കാർന്നവരുണ്ട്, നായർ മാടമ്പിയുണ്ട്. അയാളുടെ പാരമ്പര്യം ഇനി ആരും എടുത്തോണ്ട് വരണ്ട. അത് നമുക്ക് കേരളത്തിന് നല്ലതല്ല. ഇതാണ് ഞങ്ങൾ പറയുന്ന കാര്യം. അപ്പം അതുകൊണ്ട് ഈ 1.5 കോടി രൂപ വെറുതെ എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിനൊരു സംവിധാനമുണ്ട്. അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളപ്പേപ്പറിൽ അപേക്ഷ കൊടുക്കുകയല്ല, തിരക്കഥ എഴുതി കൊടുക്കണം. ആ തിരക്കഥ പ്രഗത്ഭരായിട്ടുള്ള, കിട്ടുന്ന മുഴുവൻ തിരക്കഥകളും പ്രഗത്ഭരായിട്ടുള്ള സിനിമാ പ്രവർത്തകർ, സംവിധായകർ പരിശോധിക്കും. അതിൽ നിന്ന് 5 എണ്ണം തെരഞ്ഞെടുക്കും. ഈ 5 പേരെയും അപേക്ഷകരെയും വിളിച്ചു വരുത്തി 2 പ്രാവശ്യം ജോസിയെ തല്ലാനും നാടാരെ അടിക്കാനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു. ആ പാരമ്പര്യമായിട്ട് അന്ന് നിങ്ങൾ അടിച്ചോടിച്ചു. ഇന്ന് നിങ്ങൾ സിദ്ധാന്തം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ 1 നിമിഷം മതി. ചലച്ചിത്ര രംഗത്തെ പ്രഗത്ഭരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമുദായമാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഡോക്ടർ PK ബിജുവിനെ അറിയാം. കേരളത്തിലെല്ലാവർക്കും അറിയാം. കേരളീയർ അറിഞ്ഞില്ലെങ്കിലും ബിജുവിന് ഒന്നും സംഭവിക്കാനില്ല. ലോകമറിയുന്ന ചലച്ചിത്രകാരനാണ് ഡോക്ടർ ബിജു. അടൂരിൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, പിന്നെ നല്ല ഛായാഗ്രഹകരെ വെച്ച് സിനിമയെടുത്ത് വലിയ സിനിമക്കാരാന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നാണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്.